ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചോക്ലേറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാൻ നമുക്കിവിടെ അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, ചെറിയ 2 കഷ്ണം മതി. നമ്മുടെ ഡയറി മിൽക്കോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് 2 ചോക്ലേറ്റ് കഷ്ണം ഒടിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ വെച്ചിട്ട് അതിലേക്ക് നട്ട്സൊക്കെ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പഴം, ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക. 1 കഷ്ണം ചോക്ലേറ്റ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പാൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം, കാരണം ഇതൊക്കെ അടിച്ച് വരാനെ കൊണ്ട് കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവും. അപ്പം നമ്മുടെ പാലിട്ടടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു കട്ട, ആ ഒരു തരിതരിപ്പ്, നമ്മുടെ ആ ഷേക്കിൻ്റെ തരിതരിപ്പ് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ നമുക്ക് കവർ പാലോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽ എന്തോ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നല്ല കട്ട പാലായതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. എങ്കിലേ ആ ഒരു നമ്മൾ ഒരു നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അതിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് 1 കവർ പാൽ ഫുള്ള് നമ്മുടെ ഈ ഒരു ജാറിൽ കയറും കേട്ടോ. അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ജസ്റ്റ് 2 റൗണ്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ടൊരു സെർവിങ് ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിലേക്ക് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കിടിലിനായിട്ടുള്ള ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തതിന് മണ്ടയ്ക്കൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.